ഈ പത്തിരി കാണുമ്പോൾ ആർക്കപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവരെന്ന് ചിന്തിക്കുന്നവരുണ്ടാവില്ലേ? പക്ഷെ അറിയാത്തവരും ഉണ്ട്. ഒരു DM-ൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, പെർഫെക്റ്റ് പത്തിരി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം കേട്ടോ. ഞാൻ ഇവിടെ 3 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരിപ്പൊടി എടുക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടിയിലേക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ എടുക്കേണ്ടത്. ഞാൻ ഇവിടെ 4.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനത്തെ കപ്പിന് തന്നെ അരിപ്പൊടി എടുക്കണം എന്നില്ല. നമ്മൾ ഏതെങ്കിലും ഗ്ലാസ്സിന് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിനനുസരിച്ചുള്ള വെള്ളം ചേർത്താൽ മതി. 1 ഗ്ലാസ് അരിപ്പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം, ആ രീതിയിൽ എടുത്താൽ മതി കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് ഹോളിട്ടിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്, മുകളിലേക്ക് ഇങ്ങനെ തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. അതിനുശേഷം തുറന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതാ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ആ വെള്ളം മുഴുവൻ വറ്റി നന്നായിട്ട് അബ്സോർബായിട്ട് കിട്ടണം. ചെറിയ തീയിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദാ ഈ രീതിയിൽ നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഈ രീതിയിലായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ചെറിയ ചൂടോടുകൂടി തന്നെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പം ഞാനിവിടെ സ്റ്റാൻഡ് മിക്സർ ഉള്ളതുകൊണ്ട് സ്റ്റാൻഡ് മിക്സറിലാട്ടോ ചെയ്തെടുക്കുന്നത്. ബേക്കിംഗ് ഒക്കെ അവസാനിപ്പിച്ചപ്പോൾ സ്റ്റാൻഡ് മിക്സർ ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യൽ. പൊടിയൊക്കെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുള്ളാണ് എനിക്ക്. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുത്താലും മതി. നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കഴിയണതും ചൂടോടുകൂടെ തന്നെ കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളം ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. കൈ കൊണ്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് അപ്പം നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെളിച്ചെണ്ണ ആക്കി കൊടുത്താൽ പിന്നെ നമ്മൾ പ്രസ്സിൽ അമർത്തുന്ന സമയത്ത് എക്സ്ട്രാ വേറെ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. എല്ലാം ഇതുപോലെ തന്നെ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ പ്രസ്സിൽ മാത്രം അമർത്തി പത്തിരി ഉണ്ടാക്കുന്നവരുണ്ട്. അല്ലാതെ ഞാനും 2 രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ടൈം കിട്ടാത്തപ്പോൾ പ്രസ്സിൽ മാത്രം അമർത്തിയിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അത് നമുക്ക് കറക്റ്റ് ഒരു നൈസ് പത്തിരിയുടെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യാറില്ല. നൈസ് പത്തിരി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരത്തിയിട്ട് തന്നെ ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ അതെല്ലാം നല്ല ഷേപ്പിൽ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ പ്രസ്സിൽ ഒരു ബോൾ ഇങ്ങനെ വെക്കുക, എന്നിട്ട് അടയ്ക്കുക, എന്നിട്ട് നമുക്ക് പരത്തുക. അപ്പോൾ ഇതാ കുറച്ച് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. എത്ര വലുപ്പമൊന്നും ആക്കാറില്ല. പിന്നെ നമ്മൾ പരത്തുന്നതുകൊണ്ട് കേട്ടോ. അല്ലാതെ എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ പരന്ന് കിട്ടുകയും ചെയ്യാറുണ്ട്. എന്നിട്ട് പൊടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് ജസ്റ്റ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിത് പലമ്മലൊന്നുകൂടെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് കറക്റ്റ് നൈസായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല റൗണ്ടിൽ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നല്ല നൈസായിട്ടുള്ള പത്തിരിയായിട്ട് നമുക്ക് കിട്ടും. കുറേ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന എക്സ്പേർട്സ് ഇത് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കെല്ലാം പരത്തിയെടുത്ത ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്നതിനടുത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ചുട്ടെടുക്കുന്ന സമയത്ത് ചട്ടി നന്നായിട്ട് ചൂടായി വരണം കേട്ടോ. നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് പത്തിരി വെച്ച് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കണം. ജസ്റ്റ് അതിൻ്റെ സൈഡിലൂടെ ജസ്റ്റ് ഒരു പുക ഇങ്ങനെ വരും. അപ്പം തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. കുറേ സമയം വെക്കരുത് കേട്ടോ. ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പം തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് സെക്കൻഡാണ് നമ്മൾ വേവാനുള്ള ടൈം കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ബബിൾസ് ഇങ്ങനെ വരും. ആ ബബിൾസ് വരുമ്പോൾ ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതാ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി ഇങ്ങനെ വരും. ഓട്ടോമാറ്റിക്കായിട്ട് അത് പൊങ്ങി വരും കേട്ടോ. അതുപോലെ അങ്ങ് പൊങ്ങി വരും. ചിലർ ചുട്ടെടുക്കുന്ന സമയത്ത് തിരിച്ചും മറിച്ചു വിട്ട് ഇതുപോലെ പൊങ്ങി കിട്ടില്ല. കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ടാൽ കറക്റ്റായിട്ട് പത്തിരി പൊങ്ങി വരില്ല കേട്ടോ. ആകെ 2 മറിച്ചിടൽ ഇട്ട് കൊടുത്താൽ തന്നെ മതി. അടിപൊളിയായിട്ട് ഇതുപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് പത്തിരി പൊങ്ങി കിട്ടും കേട്ടോ. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ ഇട്ട് കൊടുക്കൽ പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കുക. സെക്കൻഡ് വേവാനുള്ള ടൈം കൊടുക്കുക. ബബിൾസ് വരുമ്പോൾ വീണ്ടും മറിച്ചിട്ട് കൊടുക്കുക. അത്രയും ചെയ്താൽ മതി. പിന്നെ നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ ക്ലോത്ത് ആദ്യം നമ്മൾ കണ്ടെയ്നറിൽ വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് പത്തിരി വെക്കുക. എന്നിട്ട് മുഴുവനായിട്ട് ആ ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ബാക്കിയുള്ള പത്തിരി ഉണ്ടെങ്കിൽ അപ്പോൾ നല്ല സോഫ്റ്റ് പത്തിരിയാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇപ്പോൾ ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക.